പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാലമാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈ പ്രഭാതത്തിലെ കർത്താവിൻ്റെ ദിവസത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ, ഈ കുടുംബത്തെ നീ ആശീർവദിക്കണം. അവിടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണം. ഇപ്പോൾ ഈശോയെ മനസ്സിൽ സങ്കടം കനത്ത് കിടക്കുന്നവരുണ്ട്. ഓരോ വ്യക്തികളെക്കുറിച്ച് അവിടെ നടപടികളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഓരോ ജീവിത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചില ഡേറ്റുകൾ ഓർത്ത് പേടിക്കുന്നവരുണ്ട്. അവരെ പ്രത്യേകം മാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ചിലപ്പോൾ സാമ്പത്തികം കൊടുക്കേണ്ട സമയമാകാം, സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമാകാം, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ട സമയമാകാം, ടെസ്റ്റിന് പോകേണ്ട സമയമാകാം, റിസൾട്ട് വരുന്ന സമയമാകാം. ഇങ്ങനെ ഓരോരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സംഭവമാകാം. എന്ത് വിഷയമായാലും നീ എന്തിനു വേണ്ടിയാണ് ഭാരപ്പെടുന്നത്, അവിടെ മേൽ പരിശുദ്ധ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധശക്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും നിൻ്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു. നിൻ്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു. നിൻ്റെ കഴിവ് കുറവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് കാനായ കല്യാണക്കുടുംബ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ മാധ്യസ്ഥം സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജീവിത വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, നിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, ജീവിത ഭാരങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങളുണ്ടായിട്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികളെ, ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ ഇനി എന്തായിരിക്കുമോ പുകലെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുകയും വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ, നിൻ്റെ സ്ഥലം മാറ്റങ്ങൾ, കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ, അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ,
എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കാനുള്ള നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ് അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥാപനങ്ങൾ, അസ്വസ്ഥങ്ങൾ, എല്ലാ വിഷയങ്ങളുടെ പേരും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവിൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ, നിന്നെ കേൾക്കുവാൻ, നിന്റെ പരായം പരിഹരിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൂതൻ അയക്കപ്പെടുകയും നിന്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചില്ലേ രാവിലെ ഈ ഡെയിലി ബ്രെഡിൽ റബേക്കയെ കുറിച്ച്. അപ്പോൾ ആ റബേക്കയുടെ എങ്ങനെയാണ് ഇസഹാക്കിനെ കിട്ടിയെന്നറിയാമോ? അവളുടെ മനസ്സിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ്. കാര്യം എന്ന് വെച്ചാൽ അവൾ തന്നോട് ചോദിക്കുന്ന കൂടുതൽ ഒന്നാമത്തെ ദൈവികമായ ആ ഒരു വിളി തൻ്റെ ജീവിതത്തിലൊരു വരണത് വിവേചിക്കാൻ അവൾക്ക് കഴിഞ്ഞു. രണ്ടാമത്തത് ആൾക്കാരെ കാണുമ്പോൾ മോന്ത കയറ്റാതെ, ചില ആൾക്കാർ അപരിചിതരെ കാണുമ്പോൾ ഉടനെ എനിക്കറിയാം അതായത് മനുഷ്യന്മാരെ കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ കാണുകയോ തങ്ങളുടെ വീട്ടിലേക്ക് വേറൊരാൾ വരികയോ ചെയ്യുമ്പോൾ തങ്ങളുടെ ഓഫീസിലേക്കോ തങ്ങളുടെ ജോലി പ്രദേശത്തേക്കോ ആരും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലർ ഭയങ്കരമായി അസ്വസ്ഥപ്പെട്ടു പോകും. എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രതിരോധിക്കണ കാണാം എപ്പോഴും. എന്നിട്ട് അളിഞ്ഞ മോന്തയായിട്ട് നടക്കും, വിഷമമൊക്കെ പിടിച്ച്. പക്ഷേ ഇപ്പം അതിന് വ്യത്യസ്തമാണ് കൃപയുള്ളവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ റബേക്കയുടെ അടുത്തേക്ക് ഒരു വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ വരികയാണ്. അവരോട് അപ്പോൾ അത് ദൈവഭക്തിയായത് കാരണം ഇവൾക്കത് പെട്ടെന്ന് ക്ലിക്കാകും. ഇവളവിടെ ചെന്നിട്ട് ഇവരുമായിട്ടുള്ളൊരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ബന്ധുക്കൾ അല്ലൊന്നുമല്ല, ആദ്യം കാണുകയാണ് അപരിചിതരാണ്, പക്ഷേ അവർ ബന്ധുക്കളെ പോലെ ഇൻട്രാക്ട് ചെയ്യണ കാണാം. എന്ന് വെച്ചാൽ അവർ ഒന്ന് റിസർവ്ഡ് അല്ല, ദൈവ പൈതൽ റിസർവ്ഡ് ആകരുത്. റിസർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തർമുഖരുടെ ഏറ്റവും വലിയ മാനസിക രോഗമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതിനെ അതിജീവിക്കണ കാണാം. അതായത് ഈ വിഷയങ്ങളെല്ലാം ഉള്ളത് ഉൽപ്പത്തി 24:17 തൊട്ടാണ്. അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു. ഇവള് എബ്രാഹിം ഇങ്ങനെ ഭൃത്യൻ ഇങ്ങനെ ഇസഹാക്കിന്റെ ജീവിത പങ്കാളെ അന്വേഷിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തുകൊണ്ട് ഇറങ്ങിയിരിക്കണല്ലേ. അപ്പോൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു സ്ത്രീ വെള്ളം കോരണ കാണും. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് പറയണതാണ്. അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അയാൾ ചെയ്യണത്, ആ കാര്യം ചെയ്യണത്. അപ്പോൾ വെച്ചാൽ ആ സ്ത്രീയോട് സംസാരിക്കണ മുമ്പ് ഈ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന ജീവിതത്തിൻ്റെ വെച്ചാൽ നമുക്ക് സന്ധ്യപ്രാർത്ഥനയും വെളുപ്പെഴുന്നേറ്റുള്ള പ്രാർത്ഥനയല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഉൽപ്പത്തി 24:12 അനന്തരം അവൻ പ്രാർത്ഥിച്ചു. ഈ ഭൃത്യനാണ്. അനന്തരം ഈ ഭൃത്യൻ പ്രാർത്ഥിച്ചു, എന്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ. എന്ത് രസം കേൾക്കാൻ. അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ. എന്റെ യജമാനന്റെ മേൽ കനിയണമേ. ഞാനിതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ്. ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക. നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ഈ ദൈവ സന്ദേശം സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവ പൈതലുകൾ പണ്ട് മുതലേ അടയാളങ്ങൾ എന്ന് പറയുന്നത് ദൈവഹിതമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി മനുഷ്യർക്ക് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണോ, ഈ വിഷയം ദൈവഹിതമാണോ? ദൈവഹിതമാണെങ്കിൽ അതിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാകും. ഞാൻ അവിടെ കുടിക്കാൻ ചോദിക്കും. അപ്പോൾ അവൾ പറയും, നിനക്ക് നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് ഒരു എബ്രാഹത്തിൻ്റെ കാലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല. എന്നെല്ലാം ദൈവഹിതത്തോട് നമ്മൾ വളരെ ഇൻറ്റിമസി ഉള്ളവരെ വെച്ചാൽ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതവും അല്ല. നമ്മളൊക്കെ പാലിക്കണമെന്ന് ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതമാണ്. അത് ആധ്യാത്മിക ജീവിതമാണ് നിർബന്ധമൊന്നുമില്ല. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ദൈവമായിട്ട് റിയൽ ബന്ധമാണ്. ആ ബന്ധമുള്ളവരെ നല്ല ബന്ധമുള്ളവർ ഇൻട്രാക്ട് ചെയ്യും, സംസാരിക്കും, അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കും, അങ്ങനെ കരുതലോടെ ജീവിക്കും.
അപ്പം അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നും അതിന് കോൺക്രീറ്റായിട്ട് നമുക്ക് എവിഡൻസ് തരുമെന്നും കൃത്യമായ തെളിവുകൾ തരുമെന്നും ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവം തെളിവുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കാലത്തും കൊടുക്കും, ഒരു സംശയമില്ല. അത് പക്ഷേ ആ സ്ത്രീ ഈ സമയത്ത് കിണറ്റിൻ്റെ കരയിൽ വരുത്തുന്നതും വെള്ളം ചോദിക്കുമ്പോൾ അവളത് കൊടുക്കണമൊക്കെ ചെയ്യണതെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം ആ സ്ത്രീ അങ്ങനെ ഒരു പുണ്യമുള്ള സ്ത്രീയാണ് ഈ ചോദ്യക്കൊക്കെ കൂടുതൽ കൊടുക്കണത്. ഈ ചോദ്യക്ക് കൂടുതൽ കൊടുക്കുന്നത് ദൈവ പൈതലിൻ്റെ ഒരു മുഖമുദ്രയാണത്. എന്താണ് ഈശോ പറഞ്ഞു, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് നിന്നോട് 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പോകാൻ പറഞ്ഞില്ലേ? ഇപ്പം ഒരു മനുഷ്യ അതൊക്കെ അപ്പോൾ ആ വചനങ്ങൾക്കും മനസ്ഥിതികൾക്കൊന്നും മാറ്റമില്ല. ഒരു നോൻപെല്ലാം കഴിയുമ്പോൾ ആ നോൻപിൻ്റെ ഒരു ഫലങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലഭ്യമാണ് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലാതെ നമ്മൾ ഇന്ന് കഴിക്കാനുള്ളത് നാളെ 2 നേരം ഇന്ന് കഴിക്കാനുള്ളത് നോൻപെടുത്തിട്ട് നാളെ അതുകൂടി കഴിക്കണ പാർട്ടിയില്ലേ, അത് ജഡികനാണ് ശരിക്കും. പണ്ടത്തെ ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയാൻ പറഞ്ഞ കാലങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച വരെ മനുഷ്യൻ കശുവണ്ടി ചുട്ടു തിന്ന് യൂതന്മാരുടെ കണ്ണും പൊട്ടിച്ച് 2 ഏമ്പൊക്കെ വിട്ട് കുരിശിന് വഴിക്ക് പോയിരുന്ന അങ്ങനെ വിവരമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് മനുഷ്യൻ പാലിക്കുന്നവർ അതിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് ദൈവവചനത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പം ഇവളോട് വെള്ളമാണ് ചോദിക്കുന്നത്. വായിച്ചുള്ളത് അബ്രാഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക. പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം താഴ്ത്തിപ്പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരിക്കൊടുക്കാം. മനോഹരവും മധുരവുമാണിത് കേൾക്കാൻ. ഇതുപോലെ ഒരു മനസ്സ് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാക്കി നമ്മൾ മാറ്റുന്നതാണ്. അത് സ്വയത്തമാക്കാനും ആർജിക്കാനും നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മൾ ഒരിക്കലും വിട്ടുപിരിയത്തില്ല. മത്തായി 9:36. മത്തായി സുവിശേഷം 9:36. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് ദൈവത്തിന് തോന്നുന്ന പ്രഥമ വികാരം എന്താണ്? അനുകമ്പയാണ്. ദാറ്റ് മീൻസ് കരുണ. അനുകമ്പയാണ്. കരുണ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, നമുക്ക് മെരിട്ടില്ലെന്ന് ഓർക്കുക. നമ്മുടെ മെരിട്ട് പോവുകയാണ്. ഇപ്പോൾ എയറോനോട്ടിക് എഞ്ചിനീയറിൻ്റെ പ്രശ്നം എന്താണ്? അവളുടെ കരുണയാണ് ആവശ്യം അല്ല. നമ്മൾ പണ്ട് അഞ്ചു ആൻ്റണിയുടെ പ്രശ്നം എന്താണ്? മേലൂർ. എന്താ അവരുടെ പ്രശ്നം? അവർക്ക് കരുണയാണ് ആവശ്യം. കാര്യം അവരുടെ റാങ്കിൽ കയറി വന്നതാണ്. പക്ഷേ ഇപ്പോഴേ അവർക്ക് 5-6 കൊല്ലത്തെ ഗ്യാപ്പായിപ്പോയി. കുഞ്ഞുങ്ങളെ പ്രസവിച്ച വിഷയം അവിടെ ഒന്നും തീരണില്ലല്ല. ആ കുഞ്ഞുങ്ങൾക്ക് വലിയ രോഗം വന്നാൽ പിന്നെ അതുങ്ങളെ കൂടെ ആശുപത്രിയിലായി. പിന്നെ എന്തെല്ലാം പുരിപാലികളാണ്. ഓരോരുത്തരുമൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാകുന്നവരെ അപ്പനും അമ്മയും എന്താ ചെയ്തതെന്നൊക്കെ മനസ്സിലാകത്തില്ലല്ലേ. ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്നവരൊക്കെ ഓർക്കണം, അത് കർത്താവിൻ്റെയൊക്കെ പ്രാർത്ഥിച്ച് വാങ്ങിക്കാനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് അത്ര നല്ല കാര്യമല്ല. ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് സ്വാഭാവികമായി കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളായെന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമല്ല. എന്താ കാര്യം? അത് നിൻ്റെ ഭർത്താവിൻ്റെയൊക്കെ ഒന്ന് മേടിച്ചതാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒന്ന് വാങ്ങിച്ചതാണ്. ദൈവത്തിൻ്റെയൊക്കെ മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താമസിച്ച് മേടിക്കണം, പ്രാർത്ഥിച്ച് മേടിക്കണം. മനസ്സിലായില്ലേ? ഒരു വിഷയം അങ്ങനെയാണല്ലോ. അതായത് ഇൻ കേസ് അപ്പോൾ നിങ്ങൾ ഓർക്കും, അച്ഛാ അതെന്താ ഇങ്ങനെ പറയണത്? ഇനിയിപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രഗ്നൻ്റ് ആയതാണെങ്കിൽ പോലും എൻ്റെ മകനെ മകളെ ഇത് സ്വാഭാവിക നടപടി ആണെങ്കിൽ സ്വാഭാവികമായി നിങ്ങളിപ്പോഴും ആനിമൽ കിങ്ഡത്തിലാണ്. പല കിങ്ഡമില്ലേ? പ്ലാന്റിൻ്റെ കിങ്ഡമുണ്ട്, പിന്നെ ഹ്യൂമൻ കിങ്ഡമുണ്ട്, പിന്നെ ആനിമൽ കിങ്ഡമുണ്ട്. ആനിമൽ കിങ്ഡത്തിലെല്ലാം സ്വാഭാവികമായി ഡെലിവറി നടക്കുന്നു. പക്ഷേ നമ്മളൊരു ദൈവത്തിൻ്റെ മൈതലായി കഴിയുമ്പോൾ എന്ത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹമായാലും അത് പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ പഠിക്കണം. അതിനൊരു അഭിഷേകം വേണം. അല്ലെങ്കിൽ ഇതിലൊന്നും ദൈവത്തെ ഓർക്കത്തില്ല. ദൈവത്തെ ഓർക്കാത്തൊരു വിഷയമേ ഒരാൾ ദൈവമായിട്ട് എന്തുമാതിരി. ഇന്നിപ്പോൾ ഞാൻ കൊച്ചനോട് നമ്മുടെ പ്രഭുച്ചനോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതായത് ജോമോളാണെന്ന് ഓർക്കില്ല, ഇന്നത്തെ സ്ട്രോക്ക് അതായിരുന്നു. അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഒരു ഇടക്കും തലക്കൊക്കെ നമ്മൾ ദൈവത്തെ ചുമ്മാ ഓർക്കണം. അങ്ങനെ ഓർക്കുന്ന ഒരാളാണ് നീയെങ്കിൽ നീ ദൈവ പൈതലാണ്. ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തെക്കുറിച്ച് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർക്കണം. ദൈവത്തെ ഓർക്കുകയും അപ്പോൾ ഹൃദയത്തിൽ മധുരം തുളുമ്പുകയും ഒക്കെ ചെയ്യണം.
ദൈവത്തിൻ്റെ പരിപാലനം ഓർത്തുകൊണ്ടും. അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഞാൻ അതിന് ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുമ്പോൾ പറഞ്ഞതാണത്. ഒരു ഇഷ്യൂ ഉണ്ടായി, മകൾ കണ്ടവൻ്റെ പുറകെ പോയപ്പോൾ അയ്യോ എന്നും പറഞ്ഞ് കാലിയെ കെട്ടിക്ക് വീണ് അമ്മ ദൈവത്തെ ഓർക്കണത്. മണ്ടത്തരം, തീർന്നില്ല പരിപാടി. ദൈവത്തെ നീ നിരന്തരം ഓർത്ത് ജീവിക്കുന്നതാണ് നിനക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി. നീ ദൈവത്തെ ഓർക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഓർക്കണ ഓർമ്മ മുഴുവൻ നിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നീ ദൈവവേദനല്ല, നിൻ്റെ റിലേറ്റീവ് നീ തന്നെ ആയിരിക്കും. അവിടെ ദൈവത്തിന് വേറെ ചാൻസ് ഒന്നുമില്ല. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ഓർക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കി, സത്യമേ പറയാവൂ, തവിടെ കൈവെട്ടിക്കളയും. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുന്നവരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഒന്ന് കൈപ്പൊക്കിക്കേ. സീറോയാണ്, ഇത്രയേ ഉള്ളൂ. ഇതാ ദിസ് ഈസ് അവർ സ്പിരിച്വാലിറ്റി. ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ. അപ്പം ദൈവത്തെ നമ്മൾ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതെന്താണ്? നമ്മളുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇതാണ് ഭയങ്കരമായ ഒരു പോവർട്ടി, സ്പിരിച്വൽ പോവർട്ടി, ആധ്യാത്മിക ദരിദ്ര്യം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ദൈവത്തിന് വേണ്ടി ഓർക്കുന്ന, ദൈവത്തിന് വേണ്ടി ഓർക്കുന്ന ധനികരായ ദൈവ പൈതലായി ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമ്മൾ അഞ്ജു ആൻ്റണിയുടെ സാക്ഷ്യങ്ങളിലേക്ക് വരികയാണ്. അവർക്ക് ഒരു 6ാമത്തെ വർഷം ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. നമുക്കറിയാമല്ലോ, ഇത് അധികം ജോലി സാധ്യതയുള്ള ഒരു കുറച്ച്. ലോറിയുടെ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ലോറികൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലുണ്ട്, വിമാനങ്ങൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലില്ലല്ലോ. അതുകൊണ്ട് എയറോനോട്ടിക് എഞ്ചിനീയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി സാധ്യത കുറവാണ്. പിന്നെ ഗ്യാപ്പുമായി, പിന്നെ ടച്ച് വിട്ടുപോയി. അതിൻ്റെ കാര്യം നമുക്കറിയാം, ടച്ച് വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്യാപ്പ് പോകുന്ന ആൾക്കാർ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേഴ്സാണ്, ഗ്യാപ്പുണ്ട് 5 കൊല്ലത്തെ, എന്തുകൊണ്ടാണ് ആശുപത്രിക്കാർ എടുക്കാത്തത്? ടച്ച് വിട്ട് പോയതുകൊണ്ടാണ്. ഇപ്പം ഞാൻ സംസ്കൃതം പഠിച്ച ആളാണ്, ഗ്രീക്കും പഠിച്ചിട്ടുണ്ട്, ലാറ്റിനും പഠിച്ചിട്ടുണ്ട്, എല്ലാം ഓരോ കൊല്ലം ടച്ചിന് പഠിച്ചതാണ്. ഹിന്ദി സ്കൂളിൽ പഠിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ സാധനം എല്ലാം ടച്ച് വിട്ട് പോയി. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, എനിക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഞാനിപ്പോൾ അന്ന് മുതൽ അച്ഛനായ കാലം മുതൽ ഇന്ന് വരെ എഴുത്തും വായനയുണ്ട്. അത് കാരണം എഴുത്തും വായന, അപ്പോൾ ഗവേഷണമുണ്ട്, റിസർച്ചുണ്ട്. അതുകൊണ്ട് ലാറ്റിനും അതുപോലെ തന്നെ ഇപ്പോൾ ലാറ്റിനൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരോടൊക്കെ സംശയങ്ങൾ ചോദിച്ച് വെരിഫൈ ചെയ്തൊക്കെ എഴുതണം. എന്നാലും അന്ന് പഠിക്കണ കാലത്തുണ്ടായിരുന്ന സംസ്കൃതത്തിൻ്റെയോ ഗ്രീക്കിൻ്റെയോ ലാറ്റിൻ്റെയോ ടച്ച് ഇപ്പോൾ ഇല്ല, ടച്ച് വിട്ട് പോയതാണ്. അതാണ് സംഭവം. അതാണ് ഗ്യാപ്പിൻ്റെ പ്രോബ്ലം. ഉപയോഗിച്ചില്ലെങ്കിൽ ഗ്യാപ്പായി പോകും. പ്രൊഫഷൻസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പഠിക്കാത്ത പോലെയാണ്, നിസ്സാരമല്ല വിഷയം. അതുകൊണ്ട് അഞ്ജുവിൻ്റെ ഇൻ്റർവ്യൂവിന് 5 തോക്കുകയാണ്. കാര്യം അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്തിരിക്കുന്നതിന് 50 പേര് എൻജിനീയേഴ്സ് ഉണ്ട്. അവരെല്ലാം കോമ്പറ്റീഷൻ 6 സീറ്റേ മറ്റേ ഉള്ളൂ. 50 പേര് വന്നിട്ടുണ്ട്. അതെല്ലാം പുതിയ പിള്ളേരാണ്, ഇടിച്ച് പൊളിച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ശക്തമായ മെമ്മറിയൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഇവർ പുതിയ ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ ശ്വാസം പോയി. എന്താ കാര്യം? കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ഇത്രയും ഗ്യാപ്പുമായി പിന്നെ ആൾ ചിലപ്പോഴും ഫിഗർ ഔട്ടാവും. ഈ പ്രൊഫഷണൽസിന് ഫിഗർ ഭയങ്കരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതൊന്നും ഫിഗറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യത്തില്ല, പക്ഷേ ഇൻ്റേണൽ അസസ്മെൻറ്റ് ചെയ്യും. അതൊക്കെ നിസ്സാര കാര്യമല്ല. ഫിഗറില്ല, നമ്മുടെ ബോഡി ഷേപ്പ് അവർ ഇൻ്റർവ്യൂവിൽ ആ സാധനം കാണത്തില്ല, പക്ഷേ ഇൻ്റേണൽ അസസ്മെൻറ്റിലുണ്ടാവും. ഇൻ്റേണൽ അസസ്മെൻറ്റിൽ ബോഡി ഷേപ്പ് എല്ലാം പ്രശ്നമാണ്. നിങ്ങളുടെ സൗന്ദര്യം വരെ പ്രശ്നമാണ്, ഡ്രസ് കോഡ്, നിങ്ങളുടെ നടപ്പ് എല്ലാം. അതെല്ലാം ഇംഗ്ലീഷ് മീഡിയം ഒരു പ്രൊഫഷണൽസിനെ നടത്തി പഠിപ്പിക്കത്തില്ലേ അവർ. നമ്മുടെ വാക്കിംഗ് എല്ലാം സ്റ്റൈലാണ്, സ്മാർട്ട് വാക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിയാണെന്ന് പറഞ്ഞവർ തട്ടിക്കളയും, കോർപ്പറേറ്റുകൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതെല്ലാം മെറിറ്റിൻ്റെ പ്രോബ്ലമാണ്. മെറിറ്റിൻ്റെ ആധുനിക കാലത്ത് മെറിറ്റെന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് പോവുകയാണ്, പണ്ടത്തെ മെറിറ്റല്ല. പലപ്പോഴും മെറിറ്റ് നിസ്സാര കാര്യങ്ങളെപ്പോലും, നമ്മൾ അവഗണിക്കുന്ന കാര്യങ്ങളെപ്പോലും മെറിറ്റുകൾ അന്വേഷിക്കുന്ന ആധുനിക ലോകത്തിൻ്റെ മത്സരത്തിൻ്റെ വാതിക്കലാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യണത്. ഇവളെല്ലായിടത്തും പൊട്ടിപ്പോയിട്ട് ഇവൾ കരഞ്ഞ്, അവൾ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് കരയാൻ തോന്നിയില്ല, എനിക്ക് അവിടെ നിന്ന് കരയാൻ പറ്റിയില്ല, ഞാനൊരു എൻജിനീയർ അല്ലേ, ഞാൻ അവിടെ നിന്ന് കരയാൻ പറ്റും, ഞാനൊന്ന് വാഷ്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞെന്ന്. എൻ്റെ ജീവിതം പോയില്ലേ. അതാണ് നമ്മൾ ജീവിതത്തിൽ അടുക്കുമ്പോഴേ കാര്യം മനസ്സിലാകത്തുള്ളൂ. എൻ്റെ ജീവിതം പോയില്ലേ, ഞാൻ ഇത്രയും കാലം പഠിച്ചതും ഒരു അഡ്മിഷൻ കിട്ടാൻ എന്ത് പാടാണ്, അത് വാങ്ങിച്ചിട്ട് ആ റാങ്ക് നിലനിർത്താൻ എന്ത് പാടാണ്, അതെല്ലാം തീർന്നില്ലേ, ഞാൻ ഔട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ എനിക്ക് കരച്ചിൽ വന്നു. പക്ഷേ ഞാനൊന്ന് ഓടി വാഷ്റൂമിൽ പോയി ബാത്റൂമിൻ്റെ കഥ അടച്ചിട്ട് പൊട്ടിക്കരഞ്ഞെന്ന്. പിന്നെ തളർന്ന് വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ് അകപ്പാടെയുള്ള ആസ്തി ഇനി ഉടമ്പടി മാത്രമെന്ന്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ തീർന്നു, ഇനി എനിക്ക് ഉടമ്പടി മാത്രമേ ഉള്ളൂ, ആ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അഞ്ജുവിന് ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്.
അതാണ് സംഭവം. അതാണ് ഞാൻ നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ എന്നാ സംഭവം എന്ന് വിചാരിക്കും. അതായത് എല്ലാം തളർന്ന് എല്ലാ മെരിറ്റും പോകുമ്പോഴും ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. എന്താണത്? അത് വർക്ക് ചെയ്യണത് എന്താണ്? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഒന്ന് പറഞ്ഞേ, എൻ്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ. കർത്താവിന്റെ കൃപ കൊണ്ട്. കർത്താവിന്റെ കൃപ കൊണ്ട്. അഞ്ചു ആ ജോലി വാങ്ങിക്കുന്ന മുമ്പ് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോണത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവൾ പക്ഷേ പ്രൊക്ലെയിം ചെയ്ത് എന്താണ്? ഞാൻ വാഷ്റൂമിൽ വന്ന് കരഞ്ഞു, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ എന്നോട് ഗുഡ് ബൈ, എൻ്റെ പ്രൊഫഷനോട് ഗുഡ് ബൈ പറയുകയാണ്. ഇനി എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടി കൊണ്ടായിരിക്കും, അത് അമ്മയായിരിക്കും എന്നെ തിരിച്ചു വിളിക്കണമെന്ന്. എൻ്റെ ദൈവപൈതലേ, അതാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ റെലമെന്ന് പറയുന്നത്. വീണ്ടും ഈ ആഴ്ചയിൽ കേട്ട ഇതെല്ലാം ജോലി സാക്ഷ്യങ്ങളാണ്. വേറൊരു സാക്ഷ്യം സോഫയുടെ സാക്ഷ്യം കേട്ടോ. സോഫയുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെടുക. ഭർത്താവിന് ജോലി നഷ്ടപ്പെടാൻ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പെട്ടെന്ന് ഗൾഫിൽ നിന്നാൾ തിരിച്ചു പോരേണ്ടി വന്നു. ജോലി നഷ്ടപ്പെടാൻ കാര്യം അത് ഭർത്താവിൻ്റെ തലയിൽ ഒരു മുഴ വന്നു. അപ്പോഴവിടെ ഡോക്ടർ നഴ്സിൻ്റെ അടുത്ത് സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയൊക്കെ എടുത്തപ്പോൾ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, ഇതിവിടെ നിന്നായി ചികിത്സിക്കാൻ പറ്റത്തില്ല, നാട്ടിൽ പോയി ചികിത്സിക്കണം, ഇവിടെ നിങ്ങളെ നോക്കാൻ ആരും ഇല്ലല്ലോ, അപ്പം നാട്ടിലല്ലേ ഉള്ളൂ, തന്നെയല്ലേ ഇവിടെയൊക്കെ ഭയങ്കര പൈസയൊക്കെ ആകത്തില്ലേ, അപ്പം അത് നാട്ടിൽ പോകാൻ. അപ്പോൾ അയാളുടെ ജീവിതം തീർന്നു. തലയിലകത്താൻ മുഴ. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് തല പൊട്ടിക്കേണ്ടി വരും, തലയൊട്ടി പൊട്ടിക്കേണ്ടി വരും. ഉള്ളിലോട്ടത് പോയിട്ടുണ്ട്, അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട്, തലച്ചോറിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തല മൊത്തം പൊട്ടിക്കേണ്ടി വരും. അപ്പം നാട്ടിൽ പോയി തല പൊട്ടിക്കുകയോ അങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇതെല്ലാം കൃപാസനം ഈ അൾത്താറെ വന്നു പോയ കണ്ണീരിൻ്റെ അനുഭവങ്ങളാണ്. ആ കണ്ണീർ അനുഭവങ്ങളൊക്കെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം. ഉടമ്പടി എങ്ങനെയാണ് മനുഷ്യനെ, ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു വിസ്മയ ദിവസമാണ്. കാര്യം നമുക്ക് കണ്ണീര് കേൾക്കുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ പോലെയാണ്, സന്ധ്യയിൽ കരച്ചിൽ വരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സന്ധ്യയിൽ കരച്ചിൽ വരുന്നു. പറഞ്ഞേ, കരച്ചിൽ വരുന്നു, പ്രഭാതത്തിൽ സന്തോഷവും. അപ്പോൾ സന്ധ്യയിൽ ഇപ്പം നമുക്കൊരു കരച്ചിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം, അടുത്ത പ്രഭാതം നമ്മുടേതാണ്, നമ്മുടെ ദൈവം അവിടെ നമുക്ക് സന്തോഷവും സമാശ്വാസം കൊണ്ട് നിൽക്കുന്നുണ്ട്. കാര്യം 5 പറഞ്ഞില്ലേ, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം, എല്ലാം പോയി, എൻ്റെ റാങ്കും പോയി, എൻ്റെ പ്രൊഫഷനും പോയി, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. ഉടമ്പടിയിൽ അവൾക്കൊരു വിശ്വാസമുണ്ട്, അതാണ് വിഷയം. ചില ആൾക്കാർക്ക് തോറ്റു പോകുമ്പോൾ ഉടമ്പടി മറന്നു പോകര്. പക്ഷെ 5 മറന്നില്ല. 5 പറഞ്ഞ് ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രമാണ്. പക്ഷെ അമ്മ അത് ടേക്കപ്പ് ചെയ്തു. എൻ്റെ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ മെരിറ്റ് ലൂസായി നിങ്ങൾ ഇങ്ങനെ ഡെസേർട്ടഡായി പോയാൽ, മരുഭൂമിയിൽ ഇങ്ങനെ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട് പോയാലും നിങ്ങൾ ഓർക്കേണ്ടത് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. എന്താ കാര്യം? അവൻ വിശ്വസ്തനായിരിക്കും എന്നുള്ളത്. ആ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയും ബോധമുള്ള ആൾക്കാർ ഉടമ്പടി പാലിച്ചു കൊണ്ടേയിരിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉടമ്പടി ഡൗൺ ആക്കി എവിടെയെങ്കിലും ഒന്ന് ഉടമ്പടി അല്പം പാലിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കളയും. അങ്ങനെ ചെയ്യരുത്. അല്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ മുന്നേറണം. ബാക്കിയുള്ള ചെയ്തുകൊണ്ടും അടുത്ത സമയത്ത് അത് മറ്റുള്ളത് റെക്ടിഫൈ ചെയ്തുകൊണ്ടും അങ്ങ് മുന്നേറണം. ഇട്ട് കളയരുത്. പിശാചാണ് പറയണത്, ഒരെണ്ണം ഇട്ട് കളഞ്ഞില്ല, ഇനി ഉടമ്പടി പോയി. ഇത് നൊവേനെ പോലെ ചില ആൾക്കാർ പറയും, നൊവേന 6 കൂടി 7ാമത്തെ കൂടാവത്തില്ല, ഇനിയിപ്പോൾ പോയില്ലേ, ഇനി നിർത്തിയേക്കാം, അല്ലെ പിന്നെ ഒന്നൊന്ന് കൂടണ്ടേ. അങ്ങനെ ഒന്നും ഉടമ്പടിക്കില്ല. ഉടമ്പടി സിമ്പിളായിട്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ, നിനക്കിപ്പോൾ തെറ്റിപ്പോയി, നീ തെറ്റിപ്പോയെങ്കിൽ നീ മുട്ട് കുത്തി കണ്ണീരോടെ പറഞ്ഞ, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും അങ്ങയോടുള്ള ഉടമ്പടിയിൽ കാര്യം ദൈവം നിലനിൽക്കുന്നുണ്ടല്ലോ, ദൈവം നിൻ്റെ ഉടമ്പടി തന്നെ ഇപ്പോഴും ഉണ്ട്, ദൈവം ഇട്ടു പോയിട്ടില്ല. അതുകൊണ്ട് 2 തിമോത്തി 2:13 പ്രധാനപ്പെട്ട വചനമാകുന്നത്. 2 തിമോത്തി 2:13 എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാകുന്നത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഈ കയർ പിരിക്കണ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ കയർ പിരിക്കുമ്പോൾ ആ 2 കയറെടുത്തിട്ട് അപ്പുറത്ത് ഇപ്പം 2 ആൾക്കാർ നാട്ടിൻ പുറത്ത് കൈക്ക് പിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കയറിന് മുറുക്കം വരുമ്പോൾ ഏറ്റവും തളർന്ന, ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ഇത്തിരി ബലഹീനമായ പാർട്ടിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. പക്ഷേ അപ്പനും അമ്മയാണ് ഇപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഉടമ്പടി ഇങ്ങനെ, ഉടമ്പടി 2 പേരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ഉടമ്പടിയുടെ ഒരറ്റം ഉണ്ടാകും. അപ്പോൾ പിന്നെ നീ എന്താണ്, വിട്ടുപോയ ഉടമ്പടി നീ എടുത്താൽ പോരെ? നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യണം, അത്രയും. ജീവിതം തീർന്നു വന്ന് സോഫയും ഹസ്ബൻഡും വിചാരിക്കുന്നു. അപ്പോൾ അവർക്കുള്ളത് എന്താണ്? ഉടമ്പടിയുടെ ഒരു ബലമാണ്. പക്ഷേ നാട്ടിൽ വന്ന് ഇങ്ങനെ തലയൊട്ടി പൊളിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വേരുള്ളതാണ്, മേജർ ഓപ്പറേഷനാണ്.
കുടുംബം വെളുത്തു പോകുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യണത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് വേറെ ഒരു വെള്ളം മാത്രമാണെന്നും കൊഴുപ്പ് കെട്ടിയിരിക്കണമെന്നും സിമ്പിളായിട്ട് ആ വിഷയം കൈകാര്യം. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാർമേഘം പോലെ വരണത്. അപ്പോൾ കാർമേഘം വരുമ്പോഴേ ഇങ്ങനെ ഇപ്പം തന്നെ മഴ പെയ്ത് നമ്മുടെ വീട് മുങ്ങിപ്പോയി ഒഴുകിപ്പോകുന്നും പ്രളയമായി ഒഴുകിപ്പോകുന്നൊന്നും ധരിക്കരുത്. കാര്യം നമ്മൾക്കൊരു ഉറപ്പെന്താണ്? നമ്മുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ എൻ്റെ മക്കളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം ദൈവമായിട്ട് ഒരു റിലേഷൻ വെക്കരുത്. ഇപ്പോൾ ചിലത് അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ ഉടമ്പടിയിലൊക്കെ ജീവിച്ച് അതിൻ്റെ ആനുകൂല്യമൊക്കെ കൈപ്പറ്റി സാക്ഷിയൊക്കെ പറഞ്ഞിങ്ങനെ പോകും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പഴയ ലോകത്താനായിട്ട് തന്നെ പിന്നെ അവർ ജീവിക്കും. അതാണ് പ്രോബ്ലം. അത് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പൗശന്യവും വഴക്കും തമ്മിലടിയും അസ്വസ്ഥതയും കള്ളത്തരവും തോന്നിവാസവും മത്സരവും വാശിയും വെള്ളവടിയും എല്ലാം തിരിച്ചു വരുമെന്നും നിങ്ങളിപ്പോൾ അത്യാവശ്യം നിക്കക്കളിയില്ലാത്തതുകൊണ്ട് പട്ടങ്ങി പറയണമെന്നും നിങ്ങൾ പഴയ പിഴച്ച ആൾക്കാരായിട്ട് തന്നെ തിരിച്ചു പോകുമെന്നും ദൈവത്തിനെങ്ങാനും ഒരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ അത് പണിയായി വരും, ഉടമ്പടി താമസിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഇതാണ്: കർത്താവ്, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധി ഏത് സാഹചര്യത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവസ്നേഹവും അങ്ങയുമായിട്ടുള്ള ബന്ധവും നേരിട്ട് പറഞ്ഞ് ദൈവമേ, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധിയും സാക്ഷ്യ ജീവിതവും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എക്കാലവും നിലനിർത്തും. എന്നെ സഹായിക്കണമേ. അപ്പോൾ ഇയാളുടെ അസുഖം ഇത് ഇപ്പോൾ മേജർ ഓപ്പറേഷൻ ഒന്നുമില്ല. അവരങ്ങനെ ആശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റെസ്റ്റിൻ്റെ ടൈമല്ലേ. അപ്പോൾ സോഫ ജോലിക്ക് പോയെങ്കിലും ബെഹറിലായിട്ടാണ് പോയത്. ബെഹറിൽ ജോലി കിട്ടിയത് ഒരു പാകിസ്ഥാൻ്റെ കടയിലാണ് കിട്ടിയത്. അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ്റെ കടയിലാണ് ജോലി കിട്ടിയത് ബെഹറിൽ പോയെങ്കിലും. അതുകൊണ്ട് പക്ഷേ ജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്താ ഉടമ്പടിയിൽ വെച്ചിരുന്നത്? അവളുടെ ജോലിയാണ് വെച്ചിരുന്നത് ഒരു കാര്യം. പിന്നെ എന്ത് ചെയ്ത് ബെഹ്റിൻ മിനിസ്ട്രിയിൽ അവൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. നിങ്ങൾക്കറിയാവോ? അതായത് അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ല. അവിടെ തന്നെ അത് ഫസ്റ്റ് ടൈമാണ്. അവരെക്കാൾ കെവന്മാരായിട്ട് ആൾക്കാരവിടെ മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ സ്വാധീനമുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അതിൽ മെറിറ്റുള്ളവരുണ്ട്. ഞാൻ എന്താ ഈ പറയണത്? ശോഭയ്ക്ക് മെറിറ്റില്ലെന്നാണ് പറയണത്. അതാണ് പറയണത്, യോഗ്യതയില്ല. ഉടമ്പടി എങ്ങനെ നോട്ട് ബൈ മെറിറ്റുകാരെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യണമെന്ന് അറിയണം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്താ? മിനിസ്ട്രിയിൽ ഈ പാകിസ്ഥാനിലെ കടയിലെ എടുത്തുകൊടുപ്പുകാരത്തെ നിന്ന കക്ഷിയെ പെട്ടെന്നാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മിനിസ്ട്രിയിൽ ജോലി കിട്ടണത്. അതാണ് എൻ്റെ വിഷമം. അതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ഏറ്റവും പറയാനുള്ള സാക്ഷ്യം ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഗ്രൗണ്ട് സീറോയിലായിട്ട് ഇങ്ങനെ ആൾ റെഡ്യൂസ് ചെയ്ത് പോവുകയും ഉടമ്പടി ഇവരെ പൊക്കിയെടുത്ത് ഭർത്താവിനെ സുഖപ്പെടുത്തി ഇവരെ പാകിസ്ഥാൻ്റെ കടയിൽ നിന്ന് അത് അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആ ജോലിയിൽ നിന്ന് ഇവിടെ ലിഫ്റ്റ് ചെയ്ത് മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോയി ഹൈ സാലറി പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് വളരെ അസ്റ്റോണിഷിംഗ് ആണ്, ഇത് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ബൈബിള് ഇത് സിമ്പിളായിട്ടാണ് ചെയ്യണത്. എന്താ സാധിച്ചാൽ ഇത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനമാണ്. 111-ാമത്തെ സങ്കീർത്തനത്തിൽ ഇതിൻ്റെ വാഗ്ദാനമുണ്ട്. അവിടെ 111:4 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 111:4 ശ്രദ്ധിക്കട്ടെ. 111-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. തന്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കാര്യങ്ങൾ പറയാണ്ടല്ലോ. ഒന്ന് പറഞ്ഞ തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ജീവിതമാർഗം എന്നതിന്റെ അർത്ഥം ആഹാരത്തിന്റെ കപ്പപ്പുഴക്കി കൊണ്ടുവന്ന് കൈ തരുന്ന കാര്യമല്ല ഈ പറയണത്. ജീവിതമാർഗം നൽകുന്നു. എന്താണ്? തന്റെ ഭക്തർക്ക് പറഞ്ഞേ, അവിടുന്ന് ആഹാരം നൽകുന്നു. എന്ത് ബേസിലാണ് ഈ ജീവിതമാർഗം? ജോലിയല്ലേ? ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയല്ലേ? വിദ്യാഭ്യാസം തന്നെയാണല്ലോ, ആഹാരമാണല്ലോ. ആഹാരവും വീടും വസ്ത്രവും അടിസ്ഥാന സൗകര്യത്തിലാണല്ലോ നമ്മൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പോണത്. അപ്പോൾ തൻ്റെ ഭക്തർക്ക് സങ്കീർത്തനം 111:4 അത് വാഗ്ദാനമാണത്. എന്താണ്? തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. എന്ത് ബേസിലാണ് ജീവിതമാർഗം നൽകണത്?
അവളും തൻ്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ സങ്കീർത്തനം 111:4 ഇതിൻ്റെ ബേസിക് വേർഡ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ജു ആൻ്റണി എറണാകുളത്തേക്ക് എഞ്ചിനീയർ, 6 വർഷം ഗ്യാപ്പുള്ള എഞ്ചിനീയർ, അവരെക്കാൾ ശക്തരായ ആൾക്കാരുമായിട്ടാണ് അവർക്ക് ഇൻ്റർവ്യൂ. ഇന്റർവ്യൂവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 0 ആ ഹീറോ സ്കോറിൽ നിന്ന് അവർ നിലയം വിളിച്ച് ബാത്റൂമിൽ പോയി ഉച്ചത്ത് നിലവിളിച്ചിട്ട് സങ്കടത്തോടെ പ്രൊഫഷനോട് ബൈ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലോട്ട് പോവുകയാണ്. അവർ തിരിച്ചു വിളിച്ചത് ആരാണ്? ഈ സങ്കീർത്തനം 114. എന്താണ്? അവൾ ഉടമ്പടിയോട് വിശ്വസ്തയായിരുന്നു. നമ്മൾ ചുമ്മാ അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആഹാരം എല്ലാവരും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്കി അവർ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല. പക്ഷെ അതൊന്നും ഉടമ്പടി പ്രകാരമല്ല. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് മെരിട്ട് പോകുന്ന സമയത്ത് ആഹാരം കിട്ടുന്നത്, ജോലി കിട്ടുന്നത്, ഇറ്റ് ഈസ് മെരിട്ട് പോയാൽ പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അതാണ് 114 പറയണത്. അവിടെ ഏറ്റു പറഞ്ഞ അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. എന്താണ് അടുത്ത വചനം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. നിങ്ങൾ മനസ്സിലായില്ലേ? ആഹാരം നൽകുന്നത് ഈ മെരിറ്റ്. ശോഭയ്ക്ക് ജോലി കിട്ടിയതും പാകിസ്ഥാൻ്റെ സാധാരണ കച്ചവട പിടികയിൽ നിന്ന് ബെഹ്റിൻ്റെ മിനിസ്ട്രിയിലേക്ക് ശോഭയെ ഉയർത്തിയത് എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അതായത് ദൈവം നീ ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണം അതേ സമയത്തുള്ള അതേ ഒരു വൈബിലെ നീയും ദൈവത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി അനുദിനം അനുസ്മരിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ ഭക്തനായി ഭക്തയായി ഉടമ്പടിയിൽ വളരുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതമാർഗവും ഉടമ്പടിയും ഭക്തിയും തമ്മിൽ വളരെ ഇൻ്റർകണക്റ്റഡാണ്, വളരെ കണക്റ്റഡാണ്. ഭക്തി എന്താ പറയണത്? അവിടുന്ന് അത് 114 എന്താ പറയണത്? അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, ജീവിതമാർഗം നൽകുന്നു. എന്താണ് കാരണം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അപ്പൊ ഭക്തർക്കാണ് നൽകുന്നത്. ഭക്തി ഒരു പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത്. ഉടമ്പടിയും ഭക്തിയും. ഇപ്പം നിനക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, വസ്തു വിൽക്കണം, രോഗം മാറണം, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന ഭക്തിയിലാണ്. ഈ ഇങ്ങനെ എല്ലാ മാർഗ്ഗങ്ങളും ഉടമ്പടിയുടെ ഭക്തിയുണ്ട്. ഭക്തി എന്ന് പറയണം നീ ഇവിടെ വന്ന് വിറച്ചതുള്ളിൽ കമന്നടിച്ച് കിടക്കണമല്ല ഭക്തി. ഉടമ്പടിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഭക്തി എന്ന് പറയണത് എന്താണെന്ന്. ഇല്ലേ? പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഇത്ത ഒരു ഭക്തി പ്രത്യയം ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇത്ത എന്ന ഭക്തി, ഫായും ഫാ പ്ലസ് ത വെച്ചാൽ ഇത്ത എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഒട്ടുക എന്ന അർത്ഥം. ഒട്ടണം എന്നാണ് അർത്ഥം. രക്തമില്ലേ? രക്തത്തിനൊരു ഇത്ത ഉണ്ടല്ലോ, ഒട്ടണം എന്നതിന് അർത്ഥം. വെച്ചാൽ രജോ ഗുണത്തോട്, രജോ ക്ഷത്രിയ ശക്തി. അപ്പോൾ ക്ഷത്രിയ ഗുണത്തോട് ഒട്ടണതിനാണ് രക്തമെന്ന് പറയണത്. അതായത് രജോ ഗുണം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. നമുക്കറിയാം തമോ ഗുണമുണ്ട്, ഇരുട്ടിൻ്റെ ശക്തി, ദുഷ്ടന്മാരുടേത്, ക്രിമിനൽസിൻ്റെത് തമോ ഗുണം. രജോ ഗുണം ധൈര്യശാലികളുടേത്, അവരല്ലേ സാഹസപ്പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ രജോ ഗുണം. പിന്നെ ഉള്ളത് സദ്ഗുണമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ കുറേ അധികം തരംതിരിവുണ്ട്. ഈ രജോ ഗുണത്തോട് ധൈര്യത്തോട് ഒട്ടുനിൽക്കുന്ന സാധനം ഒട്ടിപ്പിക്കുന്നതിന് രക്തം എന്ന് പറയും. രജോ ഗുണത്തോട് ഒട്ടുന്നതിന് രക്തം. ഇനി എന്ത് ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അതിവിടെ ഒരു ഇട്ടായുണ്ട്. ഭഗവാനോട് ഒട്ടണതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം ഭഗവാനോട് ദൈവത്തോട് മനുഷ്യൻ ഒട്ടുന്നതിന് വേണ്ടിയാണ്. ഒട്ടുന്ന എന്ത് വ്യാപാരമായാലും അത് ഭക്തിയാണ്. ശക്തമായി പലതരം പശയില്ലേ? കഞ്ഞിയുടെ പശുണ്ട്, മൈദാപ്പശുണ്ട്, ഇതെല്ലാം. കഴിഞ്ഞ ദിവസം ഞാനൊരു മുത്തൊട്ടിച്ചപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൈയും തമ്മിൽ ഒട്ടിപ്പോയി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ഒട്ടിപ്പോയി. ഭയങ്കര അഡിക്കേഴ്സായിപ്പോയി. എല്ലാവരും നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ പുറത്തോട്ട് വരുന്നില്ല. അത്രയും ഭയങ്കര പശയായിപ്പോയി. അപ്പോൾ പലതരത്തിലുള്ള പശുണ്ട്. അപ്പോൾ ഈ ഭക്തിയിലും നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ഭക്തിയുണ്ട്. അതിലും തന്നെ പശക്ക് പലതരം പശുണ്ട്. ചുമ്മാ നാക്കുകൊണ്ട് ഭക്തിഗാനം പാടിയാലും ഭഗവാനോട് ഒട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോകും.
ഇതാണ് പ്രശ്നം. ഇത് പ്രശ്നമാണ്. നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ഭക്തി ഗാനങ്ങൾ തന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭക്തി ഗാനമാണെങ്കിൽ ഭക്തിയിൽ അഭിഷേകമുള്ള ഗാനം അത് പാടിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു അടുപ്പം തോന്നും, ഭഗവാനോട് നമ്മൾ ഒട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും. കാര്യം ഭക്തി ഗാനത്തൊക്കെ ഒട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിന് പിന്നെ ഒട്ടത്തിൽ ഈ സാധനം പശയുടെ ക്വാളിറ്റി പോലെ ഇരിക്കുന്ന സംഭവം. പക്ഷേ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ്. നാക്കിൻ്റെ ചൊല്ലലല്ല, എന്താ ഉപയോഗിക്കണത്? ചെയ്യലാണ്. അത് പണ്ടാര പശയാണ്. അതാണ് സാധനം. അതായത് നീ മനഃപൂർവ്വം ദൈവത്തോടുള്ള സ്നേഹത്താൽ ഇപ്പം നമ്മൾ രോഗികളെ കാണുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, കടുത്ത കാര്യങ്ങളെ. ഇപ്പം നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത് ചെറിയ തരം കള്ളപ്പശയാണ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ പത്രം കൊണ്ടേ കൊടുക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. രോഗികളൊന്നും ആരും കാണത്തില്ലല്ലോ. അതിന് കുറച്ചുകൂടി കൂടിയ ദൈവസ്നേഹം വേണം. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത രോഗികളാണ്. പരിചയമുള്ള രോഗികളല്ല, പരിചയമില്ലാത്ത രോഗികളെ പോയി കാണുകയും അവരെ കാണാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ കൂടിയ പശ വേണം, കൂടിയ ഭക്തി വേണം. അതിന് സാധാരണ ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ പലരോടും അതായത് കൂടിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ എപ്പോഴും അതേസമയം തന്നെ വലിയ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളൊന്നും പറയത്തില്ല, പക്ഷേ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ പശയുടെ ബ്രാൻഡ് മാറ്റേണ്ടി വരും, ക്വാളിറ്റി മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? ഉടമ്പടി പുതുക്കിയിട്ട് പണ്ട് ചെയ്തതിനേക്കാൾ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് കള്ളന്മാരാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ അവിടെ സംസാരിച്ച തിരട്ട് ഗ്രാമമെന്ന് പ്രഭുവച്ചൻ പറഞ്ഞു. കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഗ്രാമം തമിഴ്നാട്ടിലുണ്ടെന്ന്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഉടമ്പടി എടുത്തതിൽ 50% കള്ളന്മാരുണ്ടാകും. അതിൽ ഇവർ പുതുക്കൽ വരുമ്പോൾ ഇവർ ഉഴപ്പും. പഴയതുപോലെ പവർ കാണിക്കത്തില്ല. ആ പത്രം കൊടുക്കുമ്പോൾ ഇനി ഇത് കൊടുക്കുക, ഇത് കൊടുത്ത് അവസാനിപ്പിക്കുക, എപ്പോഴും കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പത്തേക്ക് ഉഴപ്പും. ചില ആൾക്കാർ കുറച്ചുകൂടി തീഷ്ണമതികളായി മാറും. കാര്യം ഇത് വർക്ക് ചെയ്യണത് ഭക്തിയിലാണ് വർക്ക് ചെയ്യണത്. ഭക്തി, നമ്മുടെ ഭക്തി ഒരു പാട്ട് പാടിയാൽ ഒട്ടണ ഭക്തി അല്ല ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പം ചെയ്യുമ്പോൾ ഏറ്റവും ക്ലേശകരമായി ചെയ്യണം. കാര്യം എന്തുമാത്രം സ്നേഹം കൂടുന്നുവോ ദൈവത്തോട് അത്രയും ക്ലേശകരമായ ഭാരം നമ്മൾ ഏറ്റെടുക്കും. മനസ്സിലായി? അതാണ് സംഭവം. എന്തുമാത്രം ഇത് ദൈവസ്നേഹമാണ്, ബേസിക്കായിട്ട് ദൈവസ്നേഹമാണ്. എന്തുമാത്രം ഭഗവാൻ ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നുവോ അത്രയും നമ്മൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അമ്മയും അത് തന്നെയല്ലേ പറയണത്. അമ്മ എന്താ പറയണത്? 1:50 വായിച്ചമോളെ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അതായത് ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ലൂക്ക 1:50 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണതും ഭക്തിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറ്റും? തലമുറകൾക്ക് ബ്ലെസ്സിങ് കിട്ടും. എന്നുവെച്ചാൽ നിൻ്റെ ഇപ്പം അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഇവിടെ വരുമ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ, അമ്മമാർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയാണല്ലോ, വേറെ തലമുറയല്ലേ. പേരക്കിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും വരുന്നുണ്ട്. ഞങ്ങളിവിടെ ഉടമ്പടി ആവതില്ലെങ്കിൽ എടുപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ. കാര്യം അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ 75 വയസ്സ് കോഴിക്കോടുനിന്നൊരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള അമ്മാമ്മ വന്നു. എന്നാ പവറാ! അവരോട് കാരണം അവർ ശരിക്കും പറഞ്ഞാൽ 17 വയസ്സുകാരെ പോലെ അവർ സംഭവം ചെയ്യും. അത്രയും പവർ 70 വയസ്സുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ നോക്കണ വയസ്സല്ല, ഇവർക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്നാണ് ഞങ്ങൾ നോക്കണത്. വയസ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിരിപ്പ്, ഞങ്ങളുടെ അസസ്മെൻറ്റിൽ എന്താ ചെയ്യണം. അതുകൊണ്ടല്ലേ ചില വയസ്സന്മാരെ കാണുന്നില്ല ഉടമ്പടി എടുക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ആംബിയറുണ്ട്. മറ്റുള്ളവർ ചുമ്മാ മരുമകളെ വീട്ടിൽ ഇരുന്ന് അതെന്ത് ചെയ്യരുത്, നീ ഇവിടെ പേടി, ഇന്നലെ ഇവിടെ പേടി, ഇന്നലെ മെനേന്ന് ഇവിടെ പോയതൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി കൃപാസത്തിൽ ഇരിക്കാൻ പറഞ്ഞു വിടും. അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്നാലേ എന്താ പിന്നെ ഉടമ്പടി കൊണ്ട് എടുത്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ ചെയ്യത്തില്ല, ചുമ്മാ അഭ്യാസത്തിന് വന്നാണെന്ന് അറിയാം, എടുപ്പിക്കത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഈശോ അമ്മ എന്താ പറഞ്ഞത്? ലൂക്ക 1:50 എന്താ പറഞ്ഞത്? അവിടുന്ന് തന്റെ ഭക്തരുടെ മേൽ തന്റെ കാരുണ്യം തലമുറകൾ തോറും പ്രദർശിപ്പിക്കും. അപ്പൊ 2-3 പ്രശ്നമാണ് അവിടെ. എല്ലാം ഉടമ്പടിയാണ്. കാര്യം അവിടെ കാരുണ്യം മാത്രമുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് കാരുണ്യം, മെറിറ്റിലല്ല. അപ്പൊ തലമുറകളോട് കാരുണ്യം കാണിക്കും. നിന്റെ മക്കളോടും പേരക്കിടാങ്ങളോടും ദൈവം കാരുണ്യം കാണിക്കും. ആരുടെ? ഭക്തരുടെ മേലാണ്. ആ ഭക്തി കാണിക്കുന്ന വ്യക്തി ഭക്തി സത്യസന്ധമായിട്ടാണ് കാണിക്കണതെങ്കിലേ, സത്യസന്ധമായിട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവം വെച്ചാൽ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കൂടിയാൽ നമ്മൾ രക്തസാക്ഷി വരെ ആയിപ്പോവും. ഞാനൊക്കെ എപ്പോഴും കൊതിക്കുന്ന ഒരു സംഭവമാണ്. എനിക്കിങ്ങനെ പനി പിടിച്ച് മരിക്കുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്ത പോലെയുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിനുള്ളത്. അങ്ങനെ ഒരു സുവിശേഷകരൊക്കെ എന്നെ പനി പിടിച്ച് മരിക്കണം.
സുവിശേഷകൻ സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റാണ് ദൈവത്തിന് സാക്ഷിയായി അവൻ അത്രയും നാൾ ചെയ്ത കാര്യം സത്യസന്ധമാണെന്ന് ലോകത്തോടും ദൈവത്തോടും പറഞ്ഞുകൊണ്ടാണ് അവൻ ദൈവത്തെങ്കിലേക്ക് പോണത്. അതാണ് അപ്പോൾ അത്രയും വരെ എത്തിപ്പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ട് എത്താൻ മനുഷ്യൻ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഭക്തിയുടെ പിന്നിൽ എപ്പോഴും നമുക്ക് ഒരു ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടാകണം. അല്ലാതെ എന്തെങ്കിലും ഈ ലൊട്ടിലൊടുക്ക് പരിപാടി ചെയ്ത് ഉടമ്പടി ഒപ്പിക്കാമെന്ന് ആരും ധരിക്കരുത്. കാര്യം അസസ് ചെയ്യണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവത്തോട് നിങ്ങൾ കാണിക്കേണ്ട സ്നേഹമാണ്.